ഒരുപാട് കലാകാരന്മാർ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നതും വളർന്നു വന്നതുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ ആ സിനിമയിലും ചേട്ടൻ്റെ എല്ലാ സിനിമയിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആഘോഷമാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൗണ്ടറുകളാണെങ്കിലും എല്ലാം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുന്ന പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തമാശ ഒന്നും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആര് തമാശ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് എല്ലാ തമാശകളും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുപോലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ പണ്ട് മിമിക്രിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സെറ്റിൽ വരുമ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറയുമ്പോൾ. അതുപോലെ അതല്ലാതെ ഇപ്പം മുകേഷ് ഏട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, വേണു ഏട്ടൻ, കുട്ടേട്ടൻ, നമുക്ക് ഭയങ്കര തമാശയും എന്തും പറയാൻ പറ്റുന്ന കുറേ ആളുകൾ വന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എനർജിയാണ്. നമുക്ക് എന്തും പറയാം. പൊട്ടിച്ചിരിയുടെ ഇതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അനീഫയ്ക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്നത് അമ്പിളിച്ചേട്ടൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് ഇവരൊക്കെ. സെറ്റിൽ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈയായിട്ട് പഴയത് ഇങ്ങനെ ആലോചിച്ചിരിക്കും നമ്മുടെ സംഭവങ്ങൾ. പിന്നെ എല്ലാ സിനിമയിലും എല്ലാവരും വരണമെന്നില്ല. ഓരോ സിനിമയ്ക്കും ഓരോ രീതികളാണ്. അപ്പോൾ തമാശയും കാര്യങ്ങളും ഉൾക്കുമ്പോൾ ഇത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അതുപോലെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ അഭിനയിക്കാത്ത ഒരുപാട് സിനിമയിൽ പുതിയ ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരും ആദ്യമൊക്കെ മാറി നിൽക്കും. പക്ഷെ നമ്മൾ അവരോട് അടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർ നമ്മൾ ആ സിനിമകൾ കണ്ടിട്ട് നമുക്ക് അവരെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അവരായിട്ട് ദിവസവും ആ സെറ്റുകളിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്തും പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ ഉണ്ടാക്കാന്നുള്ള. അവർ ചിലപ്പോൾ മാറി നിൽക്കും അതിൽ എന്ത് വിചാരിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ മാറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് മമ്മൂക്കൊക്കെ ആ ഫ്രീഡം അന്നേ തന്നിട്ടുള്ളതാണ്. നിനക്കൊരു കസേര എൻ്റെ അടുത്തുണ്ട്, നീയായിട്ടത് കളയരുത് എന്ന് പറയുന്ന സംഭവമാണ്. കാരണം അത് ഇന്നും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് അവരെ സ്നേഹിക്കാൻ ബഹുമാനിക്കാം. കാരണം നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാക്കി അവർ ചെയ്ത സിനിമ കണ്ടുവന്ന ആൾക്കാരാണ്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇവരുടെയൊക്കെ ഫാനാണ്. മനസ്സിലായില്ലേ? ആ സ്നേഹവും ബഹുമാനവും നമ്മളെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അവരോട് പറയും. ചിലപ്പോൾ അതൊരു കൂട്ടായിട്ടുള്ള സദസ്സ് ചിലപ്പോൾ പറയില്ല, ഒറ്റയ്ക്ക് പറയും. കാരണം കൂട്ടായിട്ട് സദസ്സ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ മനുഷ്യരാണ്. നമ്മൾ വരെ ചിന്തിക്കും ഇവനൊക്കെ ഇത്രയ്ക്ക് സംസാരിക്കാറായോ അല്ലേ? പക്ഷെ നമ്മളത് പേഴ്സണലായിട്ട് ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്കത് ഹേർട്ട് ചെയ്യില്ല. അവരെ കാര്യമായിട്ട് എടുക്കും. ഇങ്ങനെ ചെറിയ നമുക്ക് ഇങ്ങനെ അത് തോന്നിയില്ല, നമുക്ക് അത് നമുക്ക് അങ്ങനെ ചെയ്യടാ എന്ന് പറയുന്ന ആ ഒരു ഫ്രീഡം ദൈവം അനുഗ്രഹിച്ച് ഇൻഡസ്ട്രിയിൽ ഒരുവിധം ആളുകൾ നമ്മളായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസിലൊക്കെയാണ് 2020 എന്ന് പറഞ്ഞ സിനിമ തന്നെ ഉണ്ടായത്. ആ ഒരു സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള അതിൽ പല ആൾക്കാരുമായിട്ടും ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടില്ല, പക്ഷെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ കാര്യങ്ങളായിട്ട് സംസാരിക്കും, മീറ്റിങ്ങുകളും കാര്യങ്ങളും വരുമ്പോൾ ഇവരെല്ലാവരുമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ജയസൂര്യ ആദ്യമായിട്ട് എൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് ദോസ്ത് എന്ന് പറഞ്ഞ സിനിമയിൽ, മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പൃഥ്വി ശരിക്കും പറഞ്ഞാൽ 2020 പാട്ടിൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറായിട്ട് അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. പക്ഷേ ഇന്ദ്രനായിട്ടാണ് കൂടുതൽ അടുപ്പം. ചാക്കോച്ചനായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ തുടങ്ങുന്ന ഒരു 5 പേര് ഗ്രൂപ്പ് വന്നത് നമ്മുടെ സിനിമകളിലൂടെ. ഇപ്പോൾ വിനീത്, പിന്നെ അജു നമ്മുടെ സിനിമകളിൽ പല സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. കാരണം അവർക്ക് സെപ്പറേറ്റ് ഹീറോസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനത്തെ കോമ്പിനേഷനുള്ള സിനിമകൾ വരാതെ നമുക്ക് അവരെ മെയിൻ ഹീറോസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളല്ലാത്ത സെറ്റിലും അല്ലാത്ത സദസ്സിലും ഒക്കെയാണ് നമ്മൾ ഈ നമ്മുടെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്.